ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഷെങ്കൻ വിസയെക്കുറിച്ചാണ്. യൂറോപ്പ് ട്രിപ്പിലേക്കുള്ള ആദ്യത്തെ പടി എന്നത് നമുക്ക് ഷെങ്കൻ വിസ കിട്ടുക എന്നുള്ളതാണ്. ഷെങ്കൻ വിസ കിട്ടിയാൽ നമുക്ക് 29 യൂറോപ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്യാനുള്ള ആക്സസ് ആണ് കിട്ടുന്നത്. അതായത് ഷെങ്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് 180 ദിവസങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും 90 ദിവസം സ്റ്റേ ചെയ്യാനുള്ള അപ്രൂവലാണ് കിട്ടുന്നത്. അത് 2 ടൈപ്സ് എൻട്രി ഉണ്ട്, സിംഗിൾ എൻട്രി ആൻഡ് മൾട്ടിപ്പിൾ എൻട്രി. സിംഗിൾ എൻട്രി ആണെങ്കിൽ ഒരു തവണ യൂറോപ്പ് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുള്ള പാസും, മൾട്ടിപ്പിൾ ആണെങ്കിൽ 90 ദിവസങ്ങൾക്കിടയിൽ പലതവണ എൻട്രി എക്സിറ്റ് ചെയ്യാനുള്ള പാസുമാണ്. നോർമലി സിംഗിൾ എൻട്രി ആണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്, ബിക്കോസ് അതിനാണ് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. VFS ഗ്ലോബൽ ആപ്ലിക്കേഷൻ സെന്റർ വഴിയാണ് ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിസയുടെ ആപ്ലിക്കേഷൻ ഫോം, ട്രാവൽ ഐറ്റിനറി, ഫ്ലൈറ്റ് ബുക്കിംഗ് ഡീറ്റെയിൽസ്, ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ്, ട്രാവൽ ഇൻഷുറൻസ്, ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, വർക്കിംഗ് ആണെങ്കിൽ എംപ്ലോയറിന്റെ NOC ഓർ അപ്രൂവ്ഡ് ലീവ് ലെറ്റേഴ്സ്, ട്രിപ്പിന് പോകാൻ വേണ്ടിയുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള ബാങ്ക് ബാലൻസ് സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം. ഷെങ്കൻ വിസയുടെ ഫീസ് 7500 പ്ലസ് ടാക്സ് ആണ് പെർ പേഴ്സൺ വരുന്നത്. ഇതില് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ചെയ്തതും ഞങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നിയതും ഒരു വിസ ഏജൻസി സർവീസ് വഴി പോകുന്നതാണ്. അതാണെങ്കിൽ പ്രീ ബുക്കിംഗ് ഒന്നും നമ്മൾ ചെയ്യണ്ട, പകരം എല്ലാ ഡോക്യുമെന്റ്സും അവർ സെറ്റാക്കി തരും. അതിനൊരു ചെറിയ സർവീസ് ചാർജ് കൊടുത്താൽ മതി. ഷെങ്കൻ വിസ റിജക്ട് ചെയ്താൽ ബുക്ക് ചെയ്തതിന്റെ പൈസ പോകുമോ എന്നുള്ള ടെൻഷനും ഒഴിവാക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ യൂറോപ്പ് എപ്പോൾ വിസിറ്റ് ചെയ്യാനാണ് ബെസ്റ്റ് ടൈം എന്നതിനെ കുറിച്ചായിരിക്കും ഷെയർ ചെയ്യുന്നത്. സ്റ്റേ ട്യൂൺഡ്.